അടുത്തൊരു കേസ് പറയട്ടെ. ഇപ്പൊ നമ്മുടെ ഈ ഫ്രീ ഫയർ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ ഓരോ യൂട്യൂബേഴ്സും, ഞാൻ ആ യൂട്യൂബറിന്റെ പേര് പറയണില്ല, ഒരു യൂട്യൂബർ അത്രേ ഞാൻ പറയണുള്ളൂ. ഒരു യൂട്യൂബർ, ആ യൂട്യൂബറിന്റെ പേര് പറയാണ്ടെങ്കിൽ എനിക്ക് താല്പര്യവുമില്ല. ഓക്കെ, ആ ഒരു യൂട്യൂബർ ഇതിൻ്റെ അകത്ത് പറയുന്നതാണ് റെയ്സ്റ്റാർ അരിഹോം അങ്ങനെ എന്തോ സംഭവം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് റെയ്സ്റ്റാർ മുഹമ്മദ് റെയ്സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ സംഭവം, ജെൻഡർ ഈക്വാലിറ്റി മറ്റേ ഈ കാസ്റ്റ് എന്ന് പറഞ്ഞ ജസ്റ്റ് ഇതാണെന്ന് പറഞ്ഞു ആൾക്കാർ മാറി നിന്ന് അങ്ങനെയും പറയും. എന്നിട്ട് ഉമാരി ഈ ഒതുക്കത്തിൽ കിട്ടുന്ന ഒരു പണി ഉണ്ടാവും. എല്ലാവർക്കും ഇപ്പം ഈ കാസ്റ്റിനോട് ഭയങ്കര ഇതാണ്. മനുഷ്യരെല്ലാവരും ഒന്നാണ്, ആ ഒരു രീതിയിൽ കാണണല്ലോ. ഒരു യൂട്യൂബർ ഉണ്ട്, ഞാൻ പേര് പേര് പറയാനായിട്ട് എനിക്കൊരു താല്പര്യമില്ല. നിങ്ങൾക്ക് ഇപ്പൊ ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവും ആള്. ആളെ മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് അവന്റെ പേര് പറയാനായിട്ടൊന്നും താല്പര്യമൊന്നുമില്ല. ആ വൃത്തിയായിട്ട് അവൻ കാണിക്കണത് ഒരുമാതിരി വൃത്തിയായിട്ടല്ലാത്ത സ്വഭാവമാണ്. ഈ റെയ്സ്റ്റാർ എന്ന് പറഞ്ഞ ആള് വെറും 12 വീഡിയോ കൊണ്ട് വൈറലായി പോയ ആൾക്കാർ പോസ്റ്റിന് സാധനം കൊടുത്ത് ഉണ്ടാക്കിയ ഒരു ഇതുമല്ല ഈ പറഞ്ഞ റെയ്സ്റ്റാർ. നമ്മൾ ഈ ഒരു ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് നമ്മൾ ഈ ഒരു കാസ്റ്റിനോട് കണ്ടത്. ഇപ്പോഴും ഈ 2026 ഈ ഒരു കാസ്റ്റ് എന്ന് പറയുന്ന സംഭവത്തിനെ പറ്റി കുത്തിപ്പൊക്കിക്കൊണ്ട് വരേണ്ട ഒരു ആവശ്യവുമില്ല ഒരു യൂട്യൂബേഴ്സിനും. എല്ലാ യൂട്യൂബേഴ്സിൻ്റെ അടുത്തും കൂടിയാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ 3 കാസ്റ്റിലുള്ള ആൾക്കാരും വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ 3 കാസ്റ്റിലുള്ള ആൾക്കാർ നമ്മൾ ഒരേപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അല്ലാണ്ട് ഇപ്പോൾ ഹിന്ദു ഇങ്ങനെ ലൈവ് ഇട്ടിട്ട് ഹിന്ദുവിന് വ്യൂസ് ഉണ്ട്, ക്രിസ്ത്യൻസിന് വ്യൂസ് ഇല്ല, മുസ്ലിംസിന് വ്യൂസ് ഇല്ല, അങ്ങനെയൊന്നുമില്ല കേസ്. ഇപ്പം ഞാൻ ഇഫ്താർ കഴിച്ചിട്ട് ഞാൻ വന്നിരിക്കുന്നതാണ്. പറയാനായിട്ട് എനിക്കൊരു മടിയുമില്ല. ഇപ്പം ഞാൻ പോയി ഇഫ്താർ കഴിച്ചിട്ട് ഞാൻ വന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കതിലൊന്നും ഒരു മടിയുമില്ല കേസ്. ഈ ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം അങ്ങനെയുള്ള ഇതൊന്നും എനിക്കില്ല. ഞാൻ പഠിക്കണ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ്. അപ്പോൾ അവരുടേതായ ആചാരങ്ങളും രീതികളും അവർക്കുണ്ടാവും. അതിപ്പോൾ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നില്ല. അവരുടെ വിശ്വാസമാണ്, അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്, മനസ്സിലായ. അപ്പോൾ അതൊക്കെ അങ്ങനെ ആ രീതിയിൽ എടുക്കുന്ന കാര്യമുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് റെയ്സ്റ്റാറിനാണെന്നുണ്ടെങ്കിൽ വാക്സ് 4 അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പലരും തമാശ രീതിയിൽ പറയുന്ന ഒരു കേസാണ്. അതിൽ ഇങ്ങനെ കുത്തിപ്പോക്കേണ്ട ഒരു ആവശ്യവുമില്ല. എനിക്ക് ആ വൃത്തിയായിട്ട് ആ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ആളങ്ങനെ പറഞ്ഞ ആൾ അൺസബ് ചെയ്തു അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല വരും. പക്ഷെ ആൾ പറഞ്ഞതൊരുമാതിരി തെണ്ടിത്തരം വന്നു. അത് ഞാൻ എവിടെയും പറയും. ആളുടെ ചാനലിൻ്റെ പേര് ആളുടെ ഇതൊന്നും ഞാൻ പറയണില്ല. ഇവിടെ ചാനലിൻ്റെ പേര് ആളുടെ ഇതൊന്നും ഞാൻ പറയണമെന്നില്ല. അത് തന്നെ നിങ്ങൾ ചാനലിട്ടേക്കണം. അത് തന്നെ ആളെ മനസ്സിലായി. ആളുടെ ചാറ്റിൽ ആളുടെ പേര് വന്നിട്ടുണ്ട്. ഞാനത് പറയൂല. ആളും ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്, മനസ്സിലായോ. അപ്പം നമ്മൾ ആളെ കുറ്റം പറയുന്നതല്ല, ആളുടെ പേര് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഇത്രയും പറഞ്ഞുള്ളൂ. ആൾ ചെയ്തത് തെണ്ടിത്തരമാണ്. അത് ഞാൻ എവിടെയും പറയും. ഞാൻ ഇപ്പോൾ ആളെ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിനകത്തൊന്ന് ഞാനിത് വീഡിയോ ഒക്കെ ഇടുകയും ചെയ്യും. ആളെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല. എനിക്ക് വെറും ഇതാണ്. ഓക്കെ, റെയ്സ്റ്റാർ എന്ന് പറഞ്ഞൊരു വ്യക്തി യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് ആൾ 5-6 കാശുണ്ടാക്കി. ഒരിടക്ക് റെയ്സ്റ്റാർ ഹാക്കറാണ്, ആ ഒരു രീതിയിലുള്ള ടോക്കിംഗ് ആയിരുന്നു എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ഇപ്പോൾ ആ ഒരു ടോക്കിംഗ് ഒക്കെ മാറിയിട്ട് ആളുടെ കാസ്റ്റിനെ പറ്റിയുള്ളൊരു ഇതാണ്. അത് പുള്ളി ആ ഒരു പേരവിടെ ഇട്ടത് പുള്ളിയുടെ ഇഷ്ടം. പുള്ളിയുടെ മറ്റേ ഇവിടെ ബയോയിൽ ഇട്ടത്. ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ബയോയിൽ വെച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ അതെനിക്ക് ഇഷ്ടമല്ല. പുള്ളി അത്രയും പൈസയും മുടക്കി അത്രയും ഇതുണ്ടാക്കി അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ലൈക്കും ഒക്കെ ഉള്ളൊരു ചാനലാണ് റെയ്സ്റ്റാറിൻ്റെ ചാനലിൽ മറ്റേ പ്രൊഫൈല്. അപ്പോൾ ആ പ്രൊഫൈലിൽ പുള്ളിയുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ കാണിക്കുക. അതൊന്നും ചോദ്യം ചെയ്യാൻ നീയൊന്നും ആരുമല്ല. ഒരിക്കലും നീയൊന്നും ആരും ആവേമില്ല. റെയ്സ്റ്റാറിൻ്റെ വീടിൻ്റെ ആ ഭിത്തിയിൽ ഒരു പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞ സാധനം ഇരിപ്പുണ്ട്. ആ സാധനത്തിന് അത് 2 ഇരിപ്പുണ്ട്. എന്തായാലും ഇരിപ്പുണ്ടാവും, ഇല്ലാതിരിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ആ സാധനം അത്ര സബ്ബൊക്കെ ഉള്ള ഒരാളുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. ഉണ്ടച്ചിട്ട് ഒടുക്കത്തെ സാധനമാണല്ലോ ഇല്ല. എന്തായാലും ആളുടെ എല്ലാ സാധനവും ഉണ്ടാവും. അതേപോലെ ഒരു മിനിമം അതിനേലും മേളിൽ എന്തെങ്കിലും വെച്ചിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. ബ്രോക്കിഡില്ല കളി. അല്ലാണ്ട് വെറുതെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. എൻ്റെ ചാറ്റിലുള്ള ആൾക്കാരായാലും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ല, നമ്മളൊരു കാസ്റ്റിനെ നമ്മൾ മുകളിൽ കാണരുത്, ഒരു കാസ്റ്റിനെ നമ്മൾ താഴ്ത്തി ഇടിച്ച് കളയരുത്. എല്ലാവരും ഒരേപോലെ ഇരിക്കണം. മനുഷ്യരല്ലേ. ഇപ്പം ഞാൻ പറയട്ടെ, ഈ കൊറോണ വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും നമ്മളെല്ലാവരും ഒന്നായിട്ട്
കൊറോണ വന്നപ്പോഴും നമ്മൾ ഇത്രയും പേരൊക്കെ ഒരുമിച്ച് തന്നെയാണ് ഒരു സ്ഥലത്ത് കിടന്നത്. അല്ലെന്ന് ആർക്കും പറയാൻ പറ്റൂല ഈ ചാറ്റിലുള്ള. ഈ കൊറോണ വന്നപ്പോൾ നമ്മുടെ വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്യാമ്പിലാണ് പോയി കിടന്ന്. ചിലർ വീടുകളിൽ പോയ ആൾക്കാരുണ്ടാവും. ഒരു ക്യാമ്പിൽ പോയി കിടന്ന്. പക്ഷേ ആ ക്യാമ്പിൽ ഉണ്ടായത് പകുതിയും ഈ ക്രിസ്ത്യൻസും മുസ്ലിംസും ഹിന്ദു എല്ലാവരും ഉണ്ടായി, ഇല്ലെന്നൊന്നുമല്ല. 3 പേരും ഉണ്ടായി. 3 പേരും മര്യാദക്കനാണ് പോയത്. പക്ഷേ ഈ പുള്ളി ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരേണ്ട ഒരു ആവശ്യവും ഇല്ല. ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഞാനത് 2 പേരുടെ ഭാഗത്തും നിൽക്കില്ല. റൈസ്റ്റാർ നല്ലതെന്ന് പറയൂല, പുള്ളി നല്ലതെന്ന് പറയില്ല. പുള്ളി ചെയ്യണ കണ്ടന്റ് വേറെ, റൈസ്റ്റാറാണ് കണ്ടന്റ്. റൈസ്റ്റാറിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നല്ല കണക്കുള്ള ഗെയിം പ്ലേ സ്കിൽ, പുള്ളിയുടെ സ്കില്ല് കാണിക്കുക. പുള്ളിയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കണ്ണി കണ്ടവർക്ക് അതും സാധനം എടുത്ത് കൊടുക്കും. ഞാൻ പുള്ളിയുടെ ഇമെയിലിൽ പോയി ഞാൻ കമൻറ്റ് ഇട്ടിട്ടുള്ള ഒരാളാണ്, എനിക്ക് എടുത്തു തരുമെന്ന് ചോദിച്ചിട്ട്. പക്ഷേ എനിക്കിപ്പോൾ പുള്ളി ഇങ്ങനെയൊക്കെ ആവണണ്ടപ്പോൾ എനിക്കതൊരു റിഗ്രറ്റ് അടിക്കണുണ്ട്. എനിക്ക് അന്ന് അങ്ങനെ ചോദിച്ചല്ലോ എന്നുള്ള രീതിയിൽ എനിക്കൊരു റിഗ്രറ്റ് ഉണ്ട് എനിക്ക്. ബട്ട് കുഴപ്പമൊന്നുമില്ല, പുള്ളിയുടെ വഴി, എനിക്ക് എൻ്റെ വഴി. പൈസാന്ന് ചോദിക്കാത്ത വഴി. നിങ്ങൾ ഈ ഫ്രീ ഫയർ കളിക്കണം. അതായത് ഇപ്പോൾ ബ്രോയുടെ ചാനലിൽ, എൻ്റെ ചാനലിലെ വീഡിയോസ് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേസും ഞാൻ വിടാം, എല്ലാ കേസും. നിങ്ങൾ ഈ ഫ്രീ ഫയർ കളിക്കണം. അതായത് ഇപ്പോൾ ബ്രോയുടെ ചാനലിൽ, എൻ്റെ ചാനലിലെ വീഡിയോസ് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയില്ല മൊത്തം ഹിന്ദുവാണ് ക്രിസ്ത്യനാണ് അങ്ങനെയൊന്നും ഞാൻ പറയാം. 3 പേരും കാണുന്നുണ്ട് നമ്മുടെ വീഡിയോ, മനസ്സിലായോ? 3 പേര് കാണുന്നുണ്ട്. ഇപ്പോൾ ബ്രോയുടെ ചാനലിനകത്ത് തന്നെ ബ്രോയുടെ ഇമെയിലിൽ ബ്രോ സ്പിൻ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തേക്കണം. ബ്രോയുടെ ഇതിനകത്ത് വന്നെന്ന് വെച്ചാൽ അവർ വരും. അതായത് ആ ഒരു യൂട്യൂബേഴ്സിൻ്റെ ആ ഒരു ആൾക്കാർ വരും. എന്താ വെച്ചാൽ നമ്മൾ ഈ ഗെയിമിൻ്റെ അകത്തേക്ക് ഇപ്പോൾ എല്ലാവരും വീട്ടിലിറങ്ങിട്ട് ഒരു ആളുടെ വീട്ടിലും ഇപ്പോൾ എത്ര വലിയ യൂട്യൂബറാന്ന് പറഞ്ഞാൽ പോലും ആളുടെ വീട്ടിലൊരു ചെറിയൊരു ഇതുണ്ട്, ഗെയിമിന് വേണ്ടി പൈസ പൊട്ടിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരിതുണ്ടാവും, മനസ്സിലായോ? എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ വീട്ടിൽ ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞേക്കണേ. പണ്ട് തൊട്ട് അങ്ങനെ തന്നെ. ഒരു പയ്യൻ മരിച്ചു എന്നുള്ള സ്കീം എന്താ വെച്ചാൽ വീട്ടുകാർക്ക് എന്താ കാര്യം എന്നറിയില്ല. അത് ഞാൻ അവരുടെ ഭാഗത്ത് വീട്ടുകാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അതങ്ങനെയാണ്. ഭാഗത്തേക്കൊന്നും ഞാൻ പറയണില്ല. ഓക്കെ, കാസ്റ്റിന് നമ്മൾ ഈ ഒരു ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിൽ നമുക്കൊരു കാസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിൽ ഒരിക്കലും കൊണ്ടുവരുത്. നമ്മൾ ഫ്രീ ഫയർ കളിക്കണതിനാണ് നമുക്കുള്ള ആഗ്രഹം, നമുക്കുള്ള ഫ്രണ്ട്സ്, ആ ഒരു കണക്ഷൻ, മനസ്സിലായ? ആ ഒരു രീതിയിൽ നമ്മൾ ഫ്രീ ഫയർ കളിക്കുക. അല്ലാണ്ട് ഈ വക വൃത്തിയായിട്ട വർത്താനം വൃത്തിയായിട്ട വർത്താനമൊന്നും പറയുമ്പോൾ ഫ്രീ ഫയർ കളിക്കരുത്. ആരായാലും എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇത് ഒരു വൃത്തിയായിട്ട സ്വഭാവമാണ് ബ്രോ. മാറേണ്ട സമയം കഴിഞ്ഞതല്ല. ഒരു എന്താ പറയണേ, ഒരു 90-95 കാലഘട്ടത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രോ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രോനെ സപ്പോർട്ട് ചെയ്യും. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അങ്ങനെ കീഴ്ജാതി മേൽജാതി ആ ഒരു രീതിയിലാണ്. പക്ഷെ ആ ഒരു രീതി മാറിയതൊരു 100% നല്ലൊരു കാര്യമാണ്. എല്ലാ കാര്യത്തിലും കൂട്ട് നിൽക്കുക ആ ഒരു രീതി. ഇപ്പം തന്നെ എൻ്റെ ഈ ഒരു എൻ്റെ കൂടെ കളിക്കണ വിജയ് തന്നെ. അവൻ്റെ പേര് വേറെന്തോണ്, വിജയ് എന്നല്ല അവൻ്റെ പേര്. അവൻ ഗെയിമിലെ നെയ്മാണ് വിജയ് എന്നുള്ളത്. അവൻ്റെ നെയിം എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അവനത് പറയാൻ താല്പര്യമില്ല, ഞാനത് ചോദിക്കാറൊന്നുമില്ല അവൻ്റെ. പക്ഷേ അവൻ എൻ്റെ അടുത്ത് ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്, അത് ഇല്ലെന്നൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ ആ ഒരു പേര് ഞാൻ വിളിക്കാറില്ലേ, അവനെ വിജയ് എന്നുള്ള പേര് തന്നെ വിളിക്കാറുള്ളൂ. അവനേത് കാറ്റഗറിയിലുള്ള ആളാണെന്ന് എനിക്കറിയില്ല, മനസ്സിലായോ? എന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് വിജയ്. സത്യമുണ്ടത് ഈ ഓൺലൈനിലിട്ടോ ഗെയിമിങ്ങിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് വിജയ്. ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഒഴിവാക്ക് ബ്രോ. ആ എന്താണ് ഇങ്ങനെ കുറേ ഒഴിവാക്കൊന്നുകൊണ്ടിരിക്കണത്? ഇവിടെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ പറയണോടാ ബ്രോ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്തിട്ടാ മറ്റാരെ വലിച്ചു കീറിയിട്ടുണ്ട് അവനെ. സായി കോപ്പി വരണമെന്നും പറഞ്ഞാൽ എന്തായിരുന്നു റീസ്റ്റാറിനെ പറ്റി. ഇതൊന്നും കാണാനായിട്ട് പല ആൾക്കാർക്കും കണ്ണില്ല, കാതില്ല, ചെവിയില്ല. പക്ഷേ ആ ബ്രോയുടെ വീഡിയോ നല്ല വീഡിയോസ് ഉണ്ട്, അത് ഞാൻ പറയാം. ആ പുള്ളി അപരാധിക്കണുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പുള്ളി നല്ലവണ്ണം അപരാധിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി ഇല്ലാത്തത്
ഉള്ള ഇതുണ്ട്. അത് ഞാൻ പറയാം, വേണ്ടാത്ത കാര്യങ്ങൾ അവരാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇല്ല, അവരാധിക്കുന്നത് പുള്ളി കറക്റ്റായിട്ടുള്ള കേസ് പുള്ളി അവരാധിക്കുന്നുള്ളൂ. അത് ഞാൻ പറയാം. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡിലെ ആളിൽ നോക്കുമ്പോൾ അതൊരു ഇതാണ്. ബ്രോ ഈ ഒരു കേസിൽ അവരാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാൻ പാടില്ല, കണ്ടിട്ടില്ല. സോറി, എൻ്റെ മിസ്റ്റേക്കാണ്, ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, ചിലപ്പോൾ പുള്ളി അങ്ങനെയുള്ള ഒരു കോണ്ടൻറ്റ് നിർത്തി കാണും. പുള്ളിക്ക് ഇപ്പോൾ ആ ഒരു കോണ്ടൻറ്റിനോട് താല്പര്യം ഉണ്ടാവില്ല, പുള്ളിക്ക് ഇത്തിരി കൂടി ക്വാളിറ്റി ഉള്ളൊരു കോണ്ടൻറ്റ് കൊടുക്കാനായിരിക്കും താല്പര്യം. ആ ഒരു സ്കീമിൽ പുള്ളി ആ ഒരു കോണ്ടൻറ്റ് വിട്ട് കാണും.